രാമേന്ദ്രൻ സാർ, ഒരു ഗ്യാപ്പ് ഒന്നുമില്ലേ? പനിയായിരുന്നു. ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, രാമേന്ദ്രൻ സാർ എവിടെയാണ്, കഥയും മമ്മിയൊന്നും കാണുന്നില്ലെന്നോ. പ്രേക്ഷകരെ, രാമേന്ദ്രൻ സാർ തിരിച്ചു വന്നിട്ടുണ്ട്. നല്ല പനിയായിരുന്നു. പനിക്ക് ശേഷം രാമേന്ദ്രൻ സാർ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന കഥ എന്താണെന്ന് നമുക്കൊന്ന് ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. കഥയും മമ്മയിലേക്ക് വീണ്ടും സ്വാഗതം. എന്താണ് ഇന്നത്തെ വിശേഷം? ഇന്ന് നമ്മൾ ഈ ലെബനനിൽ നിന്നൊക്കെ ഉള്ളൊരു നേതാവ് മാലക്കരയിലൊക്കെ വന്ന് സ്വാമി ആത്മാനന്ദയൊക്കെ കണ്ട് അദ്ദേഹത്തിന് ഗുരുവായി വരിച്ച കഥയൊക്കെ, കമാൽ ജൂംബ്ലാത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ചോട്ടിലൊരാൾ കമൻറ്റ് വന്നിട്ട് ശിവപുരി ബാബയെ പറ്റി. ശിവപുരി ബാബ ആരാണ് അദ്ദേഹം? ശിവപുരി ബാബയെ പറ്റി പറഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അത് നേപ്പാളിലാണ് ശിവപുരി എന്ന് പറയുന്നത് സ്ഥലമാണോ? അല്ലേ? അതെ അതെ, അവിടുത്തെ ഒരു ബാബ. ആ നേപ്പാളിലെ ശിവപുരി എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് നിലനിൽക്കുന്നതും അറിയപ്പെടുന്നതൊക്കെ. അവിടെ സമാധി സ്ഥാനത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. നേപ്പാളിൽ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് 1963 ജനുവരി 28 സമാധി. ധ്രുവസ്ഥലി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ധ്രുവസ്ഥലി, ആ സമാധിയായ സ്ഥലം. പശുപതിനാഥ ക്ഷേത്രത്തിൽ മിക്കവാറും ഇവിടുന്ന് നേപ്പാളിൽ പോകുന്നവരൊക്കെ പോകുമല്ലോ. ഇനി പോകുന്നവർ മറക്കാതെ ശിവപുരി ബാബയെ പറ്റി സമാധി സ്ഥലം കൂടി പറയാം. അതെ, കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം 1826 ജനിച്ചത്. പക്ഷെ 1826 100 വയസ്സിൽ നേപ്പാളിലെത്തി. 100ാമത്തെ വയസ്സിലാണ് നേപ്പാളിൽ എത്തിയത്. സമാധി 137ാമത്തെ വയസ്സിലായിരുന്നു എന്നാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച പുസ്തകങ്ങളിലൊക്കെ കാണുന്നത്. 25,000 മൈൽ സഞ്ചരിച്ചിട്ടുണ്ടാവും. അതിൽ 80% കാൽനടയായിരുന്നു. ഇത് എവിടെ നിന്നാണ് അദ്ദേഹം നേപ്പാളിലെത്തിയത്? ഇത് കേരളത്തിൽ നിന്നാണ് അദ്ദേഹം യാത്ര തുടങ്ങുന്നത്. കേരളത്തിൽ നിന്നോ? മലയാളിയാണ് അദ്ദേഹം. ശരി. അദ്ദേഹം ഈ ഗുരുവായൂരിനടുത്ത് ഒരുവന്നൂർ മനയിലെ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ മകനാണ് ശിവപുരി ബാബ. അദ്ദേഹത്തിനെ സംബന്ധിച്ച ഇംഗ്ലീഷ് പുസ്തകങ്ങൾ 3 ദ ലോങ് പിൽഗ്രിമേജ് എന്ന് പറഞ്ഞിട്ട് J.G. ബെന്നറ്റിൻ്റെ ഒരു പുസ്തകമുണ്ട്. റൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ പ്രൊഫസർ രേണുലാൽ സിംഗ് അദ്ദേഹത്തിൻ്റെ അവസാനം വരെ ശിഷ്യനായിട്ട് കൂടെ ഉണ്ടായിരുന്നു. റൈറ്റ് ലിവിങ്, യോഗേന്ദ്ര ഭക്തശ്രേഷ്ഠ, ഈ പുസ്തകങ്ങളിലൊക്കെ ഇദ്ദേഹം ജനിച്ചത് കന്യാകുമാരിയിൽ നിന്നാണ് എന്ന് വായിച്ചിട്ട് ഞാൻ ശ്രമം നടത്തിയിട്ടൊന്നും കിട്ടിയിരുന്നില്ല. പിന്നെ ഇവിടുത്തെ നമ്മുടെ മലയാള ബ്രാഹ്മണർ, നമ്പൂതിരി യോഗക്ഷേമ സഭ, അവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ശരിക്കുള്ള അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹവും ഒക്കെ മനസ്സിലാകുന്നത്. ഗുരുവായൂരിനടുത്ത് ഒരുവന്നൂർ മനയിലെ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ മകനാണ് അദ്ദേഹം, ശിവപുരി ബാബ എന്ന് പറയുന്നത്. അദ്ദേഹം വിവാഹിതനായിരുന്നു നേരത്തെ തന്നെ. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 20ാമത്തെ വയസ്സിൽ ശൃംഗേരിയിൽ എത്തി. ശൃംഗേരി മഠത്തിലെ അച്യുതൻ എന്ന് പറഞ്ഞിട്ടൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു. വേറൊരു ഇംഗ്ലീഷ് പുസ്തകത്തിലെ കഥയിൽ അച്യുതൻ മുത്തച്ഛനാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ മുത്തച്ഛനായി കരുതിയിരുന്നു അദ്ദേഹത്തിനെ, പ്രായം കൊണ്ടും അങ്ങനെ മലയാള വേർഷനിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. മഠത്തിൽ അച്യുതൻ അധ്യാപകനായിരുന്നു, അദ്ദേഹത്തിനെ മുത്തച്ഛനായിട്ട് കരുതി. ഇരുവരും കൂടി യാത്ര പുറപ്പെട്ടു. ഈ അച്യുതനും ശിവപുരി ബാബയുടെ പൂർവാശ്രമത്തിലെ പേര് ഈ കൂട്ടത്തിൽ കാണുന്നില്ല. ഇരുവരും നർമ്മദാ തീരത്തെത്തി. നർമ്മദാ തീരത്ത് വെച്ചിട്ട് ദാദാജി എന്ന് പറഞ്ഞ ഗുരുവിനെ കണ്ടു. ആ ഗുരു പറഞ്ഞു ലോക സഞ്ചാരം നടത്താൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ശേഷം 20 വർഷം വനത്തിൽ തപസ് ചെയ്തു ബാബ. അത് കഴിഞ്ഞ് ബറോഡയിൽ പോയി. ബറോഡയിൽ വെച്ച് ബറോഡ മഹാരാജാവിൻ്റെ കൂടെ അന്ന് ICS പഠിച്ചു വന്നിട്ട് അരവിന്ദ മഹർഷിയാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അരവിന്ദനെ അവിടെ വെച്ച് കാണുന്നുണ്ട്. അതുപോലെ ശ്രീരാമകൃഷ്ണ പരമഹംസന് നിർവികൽപ്പ സമാധി പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് ഇദ്ദേഹമാണ് എന്ന് ഈ പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്. തിലകൻ, ലോകമാന്യ ബാലഗംഗാധര തിലകന് ജ്യോതിഷം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ ശിവപുരി ബാബയാണ്
എന്ന പുസ്തകത്തിൽ. ശൃംഗേരിയിൽ വെച്ച് അദ്ദേഹം സന്യാസം സ്വീകരിച്ച് ഗോവിന്ദാനന്ദ ഭാരതി എന്ന് പേര് സ്വീകരിച്ചിരുന്നു. ദേശീയമൊക്കെ മാസത്തിൽ 1-2 തവണയൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. ഒരിക്കൽ തിരുവിതാംകൂർ രാജാവിനെ വന്ന് കാണുകയുണ്ടായി. അത് കുറേ വർഷത്തിന് ശേഷം, 10-70 കൊല്ലത്തിന് ശേഷം കുടുംബം കാണാൻ. കാരണം ഒരു ഇരട്ട സഹോദരി ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. അപ്പോൾ സഹോദരി ഒരിക്കൽ കാണണം വന്ന് നോക്കിയപ്പോഴാണ് തിരുവിതാംകൂർ മഹാരാജാവിനെ കണ്ടതായിട്ടാണ് കഥ പറയുന്നത്. അല്ല, ഈ യാത്രകളൊക്കെ കാൽനടയായിരുന്നു. ഈ 80% യാത്ര തീർന്നില്ല. ഈ കാൽനട യാത്ര ഇനിയും പറയാനുണ്ട്. അപ്പോൾ തിരുവിതാംകൂർ രാജാവിനെ കണ്ടപ്പോൾ രാജാവിനൊരു അത്ഭുത അനുഭവം ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. നേപ്പാളിൽ വെച്ചിട്ട് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ശിവപുരി ബാബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ മരണം എപ്പോൾ എന്ന് രാജാവ് ചോദിച്ചു എന്ന്. ഇങ്ങനെ മറ്റുള്ളവരുടെ മരണമൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് അറിയുന്ന ഒരാൾക്ക് സ്വന്തം മരണവും പറയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് രാജാവിൻ്റെ മരണം ചോദിച്ചു. കേരളത്തിൻ്റെ മഹാനായ ഒരു മകൻ അടുത്ത കൊല്ലം ഒരു വലിയ അപകടത്തിൽ മരിക്കും എന്ന് പ്രവചിച്ചു ശിവപുരി ബാബ. അതായിരുന്നു കുമാരനാശാന്റെ മരണം. പക്ഷെ രാജാവിൻ്റെ മരണം എപ്പോഴാന്ന് പറഞ്ഞില്ല. ഈ കേരളത്തിൻ്റെ ഒരു മഹാനായ മകൻ മരിക്കും എന്ന് പറഞ്ഞതായിട്ടാണ് ആ കഥകളിലുള്ളത്. ഇദ്ദേഹം ഇങ്ങനെ യാത്ര നടന്ന് റോമിലുമൊക്കെ. റോമിലോ? ഇയാൾ അതായത് കാൽനടയായിട്ട് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ജെറുസലേം, തുർക്കി, ബാൾക്കൻസ്, ഗ്രീസ്, റോം, ഇങ്ങനെ റോമിൽ എത്തിയിട്ട് റോമിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളൊക്കെ അറിഞ്ഞിട്ട് ബക്കിംഗ്ഹാം കൊട്ടാരത്തിലേക്ക് വിക്ടോറിയ രാജ്ഞി വിളിക്കുന്നു ബാബയെ. എന്നിട്ട് 4 വർഷം ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ താമസിച്ചു. അവർക്ക് യോഗ തുടങ്ങിയ സംഗതികളൊക്കെ പഠിപ്പിച്ചിട്ടൊക്കെ. പക്ഷേ ആ 4 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഈ 1-to-1 കൂടിക്കാഴ്ച രാജ്ഞിയായിട്ട് അത് 18 തവണയാണ് നടന്നതെന്ന് പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്. യോഗ ആണ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഈ കൊട്ടാരം വിട്ടു പോകരുത് എന്ന് വിക്ടോറിയ രാജ്ഞി ബാബയോട് പറഞ്ഞിരുന്നു. അത് അദ്ദേഹം സ്വീകരിച്ചു. 1901 വിക്ടോറിയ രാജ്ഞി മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കാൽനട യാത്ര തുടങ്ങി. 3 വർഷം അമേരിക്കയിൽ, മെക്സിക്കോ, തെക്കേ അമേരിക്ക, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ജപ്പാനിൽ 1913 ചൈന, ടിബറ്റ് ഒക്കെ പോയി 1926 ഹിമാലയം കടന്ന് നേപ്പാളിൽ എത്തിയതായിട്ട് പറയുന്നത്. പിന്നെ നേപ്പാളിൽ നിന്നാണ് ഒരിക്കൽ ആ ഇരട്ട സഹോദരിയെ കാണാനായിട്ട് 70 കൊല്ലത്തിന് ശേഷം ഇവിടെ വരുന്നു എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ 18 വയസ്സിൽ ഈ അച്യുതൻ എന്ന് പറഞ്ഞ മുത്തച്ഛനെ പറ്റി നേരത്തെ പറഞ്ഞു. അദ്ദേഹം ജ്യോതിഷിയായിരുന്നു. ഒരിക്കൽ ഈ ശിവപുരി ബാബ യോട് ഈ കിടക്കയിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഈ അച്യുതൻ എന്ന് പറഞ്ഞ ഗുരു ചോദിച്ചിരുന്നു, ഇന്നിങ്ങനെ ആകാശം ഇത്ര അടുത്ത് വന്നു എന്ന് ചോദിച്ചു. എന്ന് എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് നന്നായിട്ട് കിടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു മെത്തയും കിടക്കയും കൂടി ഈ കിടക്കയുടെ മുകളിൽ ശിവപുരി ബാബ വെച്ചിരുന്നു ഗുരുവിന് നന്നായിട്ട് ചെയ്യിക്കാൻ വേണ്ടി. അപ്പോൾ ആകാശം കുറച്ചുകൂടി അടുത്ത് കാണുന്ന വിധത്തിലായി. അതിനെ പറ്റിയിട്ടാണ്. ആ മാറ്റങ്ങളൊന്നും ഇവിടെ നടന്ന മാറ്റങ്ങളൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. പക്ഷെ ഈ മാറ്റം അദ്ദേഹത്തിന് കിടക്ക പൊക്കി വെച്ചത് അതറിഞ്ഞില്ല. മറ്റു ചോദിച്ചു, ഇന്നിങ്ങനെ ആകാശം അടുത്തു വന്നു എന്ന് ചോദിച്ചതായിട്ട് കഥകളിൽ പറയുന്നുണ്ട്. ഭാര്യ പാമ്പ് കടിച്ചാണ് മരിച്ചുപോയത് അദ്ദേഹത്തിൻ്റെത്. അവർ പിന്നെ പാമ്പ് കടിച്ചാണ് മരിക്കുക എന്നുള്ളത് അവർക്കും അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു കഥ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് പാമ്പിൻ്റെ അടുത്തേക്ക് പോയി ആ കടി ഏറ്റുവാങ്ങുകയായിരുന്നു എന്നാണ് കഥയിൽ പറയുന്നത്. കാരണം അങ്ങനെ സംഭവിക്കുന്ന അറിയാമായിരുന്നത് കൊണ്ട്
കഥ പറഞ്ഞ് പാമ്പിൻ്റെ അടുത്തേക്ക് പോവുകയായിരുന്നു, പാമ്പിൻ്റെ അടുത്ത് പോയി കിടക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ 18 വയസ്സിൽ വലിയ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഏൽക്കേണ്ടി വന്നു. എന്നിട്ടാണ് ഗുരുവിൻ്റെ കൂടെ നർമ്മദയുടെ തുടക്കമായ അമർകുണ്ടിലേക്ക് പോകുന്നത്. ഗുരു അച്യുതൻ 7 വർഷം കഴിഞ്ഞ് മരിച്ചുപോയി. മരണത്തിന് മുമ്പ് അദ്ദേഹം പ്രവചനങ്ങളൊക്കെ നടത്തിയിരുന്നു. നിനക്ക് പിച്ച തണ്ടേണ്ടിയൊന്നും വരില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് സഞ്ചി നിറച്ച് രത്നങ്ങൾ കൊടുത്തിരുന്നു. അതുകൊണ്ട് ഭിക്ഷയാചിച്ചൊന്നുമല്ല ഈ ശിവഗുരു ബാബ ജീവിച്ചിരുന്നത്. 25 വർഷത്തോളം തെണ്ടി ദൈവം പ്രകാശത്തിൽ പ്രത്യക്ഷപ്പെട്ട് എല്ലാ ഉത്തരവും തന്നു എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. 50 വർഷത്തോളം നടന്നു. ആഗാ ഖാൻ, ടോൾസ്റ്റോയ്, മാഡം ക്യൂറി, ഐൻസ്റ്റൈൻ, ബെർണാഡ് ഷാ, മാർക്കോണി, പരമഹംസൻ, അരവിന്ദോ, എസ് രാധാകൃഷ്ണൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാഷ്ട്രപതിയായിരുന്ന, ഗാന്ധി, തിലകൻ, മദൻ മോഹൻ മാളവ്യ, നേപ്പാളിലെ രാജാക്കന്മാർ സ്വാഭാവികമായിട്ടും ഒക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം ഒക്കെ സ്വീകരിച്ച് ഇദ്ദേഹത്തിന് വലിയ സ്കോളർ, പണ്ഡിതനൊക്കെ ആയിട്ട് അംഗീകരിച്ചിരുന്നതാണ്. സ്വിറ്റ്സർലൻഡിൽ വെച്ചിട്ടാണ് ഐൻസ്റ്റൈനെ കാണുന്നത്. അപ്പോൾ ഐൻസ്റ്റൈനോട് ഇങ്ങേര് പറഞ്ഞതായിട്ട് ശിവഗുരു ബാബു പറഞ്ഞത്രേ, ആകെയുള്ളത് ദൈവം മാത്രമാണ്, ഒന്നിനോടും ഒന്ന് ചേരില്ല. നിങ്ങൾ പറയുന്നുണ്ട് 1+1 ഈസ് ഈക്വൽ ടു 2, 1+1 2 എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒന്നിനോട് ഒന്നും ചേരുകയില്ല. 2 സംഗതികൾ ഒരേപോലെ അല്ല, അതുകൊണ്ടാണ് ചേരാത്തത്. 1+1 ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഒരു സൗകര്യമാണ്, പക്ഷെ അത് സത്യമല്ല എന്ന് ഐൻസ്റ്റൈനോട് പറഞ്ഞതായിട്ടാണ്. ബെർണാഡ് ഷായെ പറഞ്ഞ സമയത്ത് കാണാൻ ചെന്നില്ല. അപ്പോൾ ബെർണാഡ് ഷാ ക്ഷുഭിതനായി. നിങ്ങൾ ഹിന്ദു യോഗിമാരെയൊക്കെ എനിക്ക് പരമപുച്ഛമാണ്, ഒരാൾ സമയം നോക്കാറില്ല എന്ന് ഷാ പറഞ്ഞു. അപ്പോൾ ബാബ പറഞ്ഞു, നിങ്ങൾ ഈ പാശ്ചാത്യർ സമയത്തിൻ്റെ അടിമകളാണ്, ഞങ്ങൾ സമയം ഞങ്ങളെ കീഴടക്കാത്തൊരു തലത്തിലാണ് ജീവിക്കുന്നത്, ഞങ്ങൾക്ക് അതുകൊണ്ട് സമയത്തിൻ്റെ ചങ്ങലകളില്ല, സമയരഹിതരാണ് എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ടോൾസ്റ്റോയുടെ പാചകക്കാരന് ഇന്ത്യൻ വിഭവങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ റഷ്യ പോയിട്ടുണ്ടാവുമല്ലോ. ടോൾസ്റ്റോയെ കണ്ടിരുന്നു. ടോൾസ്റ്റോയുടെ പാചകക്കാരന് ഇന്ത്യൻ വിഭവങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. 100 വയസ്സിലാണ് നേപ്പാളെത്തുന്നത്. അതിനു മുമ്പ് കാശി വിദ്യാപീഠത്തിൻ്റെ വൈസ് ചാൻസലറായിരുന്ന മദൻ മോഹൻ മാളവ്യ കണ്ടിരുന്നു. മദൻ മോഹൻ മാളവ്യ ഇദ്ദേഹത്തിന് വൈസ് ചാൻസലറാക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് നിരസിച്ചു. 50,000 രൂപ അന്നത്തെ അങ്ങോട്ട് സംഭാവന കൊടുത്തിട്ട് യാത്ര തുടർന്നതായിട്ടാണ് ഈ ശിഷ്യന്മാർ കഥ പറഞ്ഞിരിക്കുന്നത്. ഈ ശിവപുരി വനത്തിൽ ആണ് സമാധി നേപ്പാളിൽ. 37 വർഷം ശിവപുരി ഗിരിയിൽ, ആ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ ശിവപുരി ഗിരിയിലാണ് താമസിച്ചിരുന്നത്. 137 വയസ്സിലാണ് സമാധി. സമാധിക്ക് മുമ്പ് മാധവ് ബാജെ എന്ന് പറഞ്ഞ ശിഷ്യനോട് പുറത്തുപോയി ഒരാഴ്ചത്തേക്കുള്ള പലചരക്ക് വാങ്ങിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിരുന്നു, ഒന്ന് സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള. അപ്പോൾ പുറത്തു പോയിട്ട് അപ്പം തന്നെ അന്ന് തന്നെ ഈ പലചരക്ക് സാധനങ്ങൾ വാങ്ങി വരേണ്ടതാണ് ഈ ശിഷ്യൻ. പക്ഷേ വന്നില്ല. വീട്ടിലൊക്കെ പോയി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നല്ല ശിഷ്യനാണല്ലോ സാധനങ്ങളുമായിട്ട് വന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഇത്ര നേരം നീ എവിടെ പോയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ സമയമോ കാലമോ ഒന്നും ഇല്ലാതെ ഈ ശിഷ്യൻ വിടുന്നതുവരെ അദ്ദേഹം യോഗസമാധി എന്ന് പറയുന്ന അവസ്ഥയിലായിരുന്നു. നീ എവിടെ പോയിരിക്കുകയായിരുന്നു, ഇത്ര നേരം കണ്ടില്ലല്ലോ എന്ന് തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ കഥകളിലൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ ഈ കേരളത്തിലുള്ളവർ കേരളത്തിൽ നിന്ന് ഗുരുവായൂരിൽ നിന്ന് യാത്ര തുടങ്ങി ഹിമാലയം കടന്ന് യൂറോപ്പിലെത്തി, സോവിയറ്റ് യൂണിയൻ പഴയ സോവിയറ്റ് യൂണിയനിലെത്തി. അന്ന് ടോൾസ്റ്റോയുടെ കാലത്ത് സോവിയറ്റ് യൂണിയനോ അല്ലെങ്കിൽ സാറിൻ്റെ റഷ്യയോ ആയിരിക്കും കേട്ടോ, സാറിൻ്റെ റഷ്യ ആയിരിക്കണം. അങ്ങനെയൊക്കെ ബ്രിട്ടൻ പിന്നെ വാസ്റ്റാണല്ലോ. ആണ്, ബ്രിട്ടൻ എവിടെ പോയാലും ലോകം ഇന്നത്തെ അതിർത്തികളൊന്നും ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ സഞ്ചരിച്ച ഒരു മലയാളിയെക്കുറിച്ച്
നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ശിവപുരി ഭാവയെ പറ്റി ഞാൻ പറഞ്ഞില്ലേ 3 പുസ്തകങ്ങൾ. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ഒരുപക്ഷെ നമുക്ക് അറിയില്ല, വല്ല നാരായണനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അച്ഛൻ്റെ പേര് നാരായണൻ നമ്പൂതിരിപ്പാട്. കാരണം പൂർവാശ്രമം ചോദിക്കരുതെന്ന് പണ്ട് ആളുകൾ ഇങ്ങനെ പറയുമായിരുന്നല്ലോ. അതുകൊണ്ട് അത് പറയാത്തതായിരിക്കാം. ചിലപ്പോൾ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ കൂടുതൽ ഇതിനെ കിട്ടുമായിരിക്കും, അറിയാവുന്ന ആരെങ്കിലും താഴെ കമന്റ് വരികയാണെങ്കിൽ. ഏതായാലും കഥേകമമ്മയിലൂടെ നമ്മൾ ആളുകളെ ത്രില്ലടിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ ഒരു പൈതൃകം, നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രഭാകര യോഗിയുടെ സിദ്ധയോഗിയുടെ കാര്യം പറഞ്ഞു. ഒരുപാട് പേർക്ക് പരിചയം ഉണ്ടായിരുന്നു, എന്നാൽ കേൾക്കാത്ത ആളുകളും ഉണ്ടായിരുന്നു. അതുപോലെയാണ് ഇപ്പം നമ്മൾ ഈ യോഗിയുടെ കാര്യവും നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇതും പ്രേക്ഷകർ കേൾക്കുക, ആലോചിക്കുക, കൂടുതൽ പറയാനുണ്ടെങ്കിൽ പറയുക. വീണ്ടും കഥേമമ്മയുമായി നാളെ കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.